ഉയിർപ്പിൻ്റെ പ്രഭാതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായി നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ്? ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങുന്നു, കല്ലറയുടെ വാതിൽ തുറക്കുന്നു, യേശു കർത്താവ് പുറത്തു വരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി കല്ലറ തുറന്നപ്പോൾ അല്ല യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ മറിയമാർ കർത്താവിൻ്റെ ശവക്കല്ലറയുടെ മുമ്പിൽ സുഗന്ധദ്രവ്യങ്ങളുമായി കർത്താവിനെ കാണാൻ ചെല്ലും. എൻ്റെ ദൂതൻ ഇറങ്ങി കല്ലറ തുറന്നു, അവരോട് പറഞ്ഞു, അകത്ത് വരുവിൻ, അവനെ വെച്ച സ്ഥലം നോക്കുവിൻ, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കർത്താവ് മരിച്ചവരുടെ നടുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം നമ്മളെ അറിയിക്കാനാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ കല്ലറയുടെ വാതിലിനെ തുറന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരാനല്ല. ദൂതന്മാരെ പേടിച്ച ശിഷ്യന്മാർ മുറിയുടെ അകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ വചനം വ്യക്തമായിട്ട് പറയുന്നു, കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പുനരുദ്ധാന ശരീരത്തിന് കതകോ മതിലോ ഒന്നും പ്രശ്നമല്ല. ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ശരീരത്തെ തടയുവാൻ കല്ലറയുടെ വാതിലിന് കഴിയുകയില്ല. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഭൗതികമായ ഒരു കാര്യങ്ങളും തടസ്സമല്ല. അങ്ങനെയെങ്കിൽ തൻ്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ആ സത്യത്തെ മറനീക്കി കാണിക്കുവാൻ ദൈവം ദൂതന്മാരെ അയച്ചതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുവാൻ ദൈവം സൂപ്പർ നാച്ചുറലാണ്. ദൈവികമായ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ഡിവൈൻ എൻകൗണ്ടേഴ്സിലൂടെ, പ്രോഫറ്റിക് എൻകൗണ്ടേഴ്സിലൂടെ നിങ്ങളുടെ മുമ്പിൽ ആ വാതിലിനെ ദൈവം തുറന്നു തരട്ടെ. അത് കണ്ട് മഹാസന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.